വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് പോവാം. എസ് ലിമിറ്റഡ് has a balance of rupees 74,000 at the credit of its P&L account. Instead of declaring a dividend, it is resolved to utilize the profit to repay its 14% debentures, rupees 60,000. Debentures are redeemable at a premium of 10%. Right? Journal entry. Very simple question ആണ്. 74,000 ഓൾറെഡി P&L അക്കൗണ്ടിൽ ഉണ്ട്. കമ്പനിക്ക് ഒരു 60,000 ഡിബഞ്ചേഴ്സ് 14% വെച്ചിട്ടുള്ളത് റിഡംഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ അത് റിഡംഷൻ നടത്തുന്നത് 10% പ്രീമിയത്തിലാണ്. സോ എൻട്രി എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? പ്രീമിയത്തിലാണ്. സോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണോ നമ്മൾ പ്രീമിയത്തിലോട്ട് അല്ലെങ്കിൽ പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തണമെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ ആ പൈസ എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ P&L അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് എൻട്രി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എത്രയാണോ നമുക്ക് പ്രീമിയം റിഡംഷന് വേണ്ടിയിട്ട് ഫണ്ട് വേണ്ടേ ആ പൈസ P&L അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 6,000 rupees മാറ്റി. 6,000 rupees മാറ്റി. ദെൻ നെക്സ്റ്റ് എത്രയാണോ നമുക്ക് റിഡംഷന് വേണ്ടിയിട്ട് വേണ്ടേ? ടോട്ടൽ 60,000 rupees ആണ് വേണ്ടേ. സോ ആ എമൗണ്ട് DRRലോട്ട് മാറ്റി. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് P&L അക്കൗണ്ട് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് 60,000 മാറ്റി. അപ്പോ ടോട്ടൽ നമുക്ക് 66,000 rupees വേണം. അപ്പൊ അതിൽ 6,000 rupees പ്രീമിയത്തിന് വേണ്ടിയിട്ടാണ് അത് P&L അക്കൗണ്ടിൽ നിന്ന് മാറ്റി. ആഫ്റ്റർ ദാറ്റ് DRRലോട്ട് 60,000 മാറ്റി. നെക്സ്റ്റ് ഡ്യൂ എൻട്രി ആണ്. എന്താണ് എൻട്രി വരുന്നത്? 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടഡ് പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. സോ പ്രീമിയം ഓൺ റിഡംഷൻ 6,000 ടു ഡിബഞ്ചേഴ്സ് 66,000 ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഡ്യൂ എൻട്രി എന്താണ്? 14% ഡിബഞ്ചേഴ്സ് ഡെറ്റർ 60,000, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 6,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 66,000. വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻട്രി, ഡ്യൂ എൻട്രി. നെക്സ്റ്റ് പേയ്മെന്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 66,000. ഓക്കെ, ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം? DRR അക്കൗണ്ട് ജനറൽ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ക്ലിയർ? സോ ഇതാണ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് എടുത്ത് റിഡംഷൻ നടത്തണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പൺ മാർക്കറ്റ് ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള എൻട്രീസും അതിന്റെ ഡീറ്റെയിൽസും ആണ്. സോ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോവാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പൺ മാർക്കറ്റ് ആണ്. എന്താണ്? പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പനി പല സിറ്റുവേഷനിലും ലൈബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലൈബിലിറ്റി ബർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് നമ്മൾ തന്നെ തിരിച്ചു മേടിക്കും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. എപ്പോഴാണ്? ആക്ച്വൽ ഇഷ്യൂ നടത്തിയിട്ടുള്ള വാല്യൂ ഒരു 100 രൂപയാണെങ്കിൽ അതിന്റെ വാല്യൂ കുറവിന് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ 100 രൂപയുടെ സാധനം 90 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറവ് എമൗണ്ടിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലൈബിലിറ്റി ബർഡൻ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ദെൻ ചില സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിബഞ്ചേഴ്സിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണു. ദെൻ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാതെ റീഇഷ്യൂ നടത്താം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈബിലിറ്റി നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ഡിബഞ്ചേഴ്സിന്റെ വാല്യൂല് കുറവ് വാല്യൂവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിബഞ്ചേഴ്സ് നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് തന്നെ അത് മേടിക്കാം. അതാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഓൺ ഡിബഞ്ചേഴ്സിലോട്ട് നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്കൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അത് നമുക്ക് റീഇഷ്യൂ നടത്തണമെങ്കിൽ റീഇഷ്യൂ നടത്താം. അപ്പൊ ഇങ്ങനെ 2 കേസസ് ആണ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റിൽ പഠിക്കാനുള്ള. ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത് എന്താ?
മിക്കതും നമ്മളത് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത് ഡിബഞ്ചേഴ്സ് ആക്ച്വൽ വാല്യൂവിനെക്കാട്ട് കുറവ് വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോഴാണ് സാധാരണ പോവുക. സോ ഫസ്റ്റ് കേസിൽ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ എന്താണ് എൻട്രീസ് വരാം. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം കൂടിയാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യണത്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന്റെ ജേണൽ എൻട്രീസിലോട്ട് പോവാം. അത് ആദ്യം വരുന്നത് when debentures are purchased at par, പാറിലാണെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എല്ലാവർക്കും അറിയണതാണ്, പഠിച്ചിട്ടുള്ളതാണ്. പാറിലാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡിബഞ്ചേഴ്സ് ടു ബാങ്ക്. ഇനി when debentures are purchased at discount, മിക്കതും ആ ഒരു കേസിനാണ് കൂടുതൽ സാധ്യത കൂടുതൽ, നമുക്കാണെങ്കിലും ബെനിഫിറ്റ് ഇതാ. അപ്പൊ എന്താണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. എന്താണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് നമുക്കിപ്പോ 90 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ആണ് അവിടെ. സോ നാച്ചുറലി നമുക്ക് എന്താ ലാഭമാണ് ഒരു 10 രൂപ. അങ്ങനെയാണെങ്കിൽ അത് എവിടേക്ക് മാറ്റണം? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ അതാണ് സെക്കൻഡ് കേസ് when debentures are purchased at discount, debentures to bank to profit on redemption. നമുക്ക് ബെനിഫിറ്റ് ആണ്. മൂവിംഗ് ടു നെക്സ്റ്റ് എൻട്രി. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ടിനെയാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയാം. സോ നെക്സ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് നമ്മൾ നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് എൻട്രി ആയിട്ട് വരാം ഡിസ്കൗണ്ട് കേസിൽ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് കേസ് പ്രീമിയത്തിൽ നമ്മൾ നമ്മുടെ തിരിച്ചു മേടിക്കേണ്ട ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ എൻട്രിയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കണ്ടേ. എൻട്രി വരുന്നത് ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് പ്രീമിയം എങ്കിൽ നമുക്ക് എന്താ ലോസ് ആണ്. ആക്ച്വൽ വാല്യൂവിനെക്കാളും കൂടുതൽ എമൗണ്ടിനാണ് നമ്മൾ മേടിക്കുന്നത്. സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ, ലോസ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ 100 രൂപയുടെ സാധനം 110 രൂപയ്ക്കായിരിക്കും. അപ്പോൾ 10 രൂപ നമുക്ക് അവിടെ നഷ്ടമാണ്. സോ ഡിബഞ്ചേഴ്സ് ഡെറ്റർ ലോസ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചേഴ്സ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു എൻട്രി കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഒരു സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എത്രയാണോ എമൗണ്ട് എടുത്തിട്ടുള്ളത് നോമിനൽ വാല്യൂ നമുക്ക് DRRലോട്ട് മാറ്റി വെക്കേണ്ടി വരും. അത് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കമ്പനിയുടെ പോളിസീസ് എന്താണ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ DRRലോട്ട് മാറ്റി വെക്കേണ്ടത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കേസിൽ പഠിച്ചാണ് P&L അക്കൗണ്ട് ടു DRR എന്ന് പറഞ്ഞിട്ട് എൻട്രി കൂടി ചിലപ്പോൾ പാസ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻഡ്സ് ഓൺ പ്രോബ്ലം. ഓക്കെ, സോ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റിലത്തെ ഫസ്റ്റ് കേസ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനി ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവൊക്കെ വരുന്ന സാഹചര്യത്തിൽ ലയബിലിറ്റി കമ്പനിയുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. സോ ഇങ്ങനെ 3 രീതിയിലായിരിക്കാം നമ്മുടെ ഡിബഞ്ചർ നമ്മൾ മേടിക്കേണ്ടാവുക, ക്യാൻസൽ ചെയ്ത് മേടിക്കേണ്ടാവുക. അപ്പോഴുള്ള എൻട്രീസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്യാൻസലേഷൻ ആണ്, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. സോ ഇതാണ് പ്രോബ്ലം. A limited purchased for cancellation 1000 of its own 10% debentures of ₹100 each at ₹97. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവ് വാല്യൂവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് അത്രത്തോളം ലയബിലിറ്റി കുറയ്ക്കാം, നമുക്ക് അത്രത്തോളം ബെനിഫിറ്റ് ആണ്. സോ ₹97 നമുക്ക് കിട്ടാണ്. ദി കോസ്റ്റ് ഓഫ് പർച്ചേസ് അമൗണ്ടഡ് ടു ₹200. 200 രൂപയുടെ അഡീഷണൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇഗ്നോർ ഇൻട്രസ്റ്റ്, ഗിവ് ജേണൽ എൻട്രീസ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോ ആൻസറിലോട്ട് പോവാം. ഇവിടെ 1000 ഡിബഞ്ചേഴ്സ് 97 റുപ്പീസിനാണ് കിട്ടുന്നത്. അപ്പൊ ടോട്ടല് 1000 ഡിബഞ്ചേഴ്സ് നമ്മൾ തിരിച്ചു മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 97,000 റുപ്പീസ് കൊടുക്കണം. ഇത് മാത്രമല്ല ഒരു 200 റുപ്പീസ് അവിടെ അഡീഷണൽ എക്സ്പെൻസസും വരുന്നുണ്ട്. സോ ടോട്ടൽ 97,200 ആണ് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടി വരാം. ദെൻ 3 രൂപയുടെ ഒരു ഡിബഞ്ചറിനെ നമ്മൾ തിരിച്ചു മേടിക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ബെനിഫിറ്റ് ഉണ്ട്? 1000 × 3,000 റുപ്പീസിന്റെ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ 3,000 റുപ്പീസ് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ലല്ലോ. ഇവിടെ ഒരു 200 റുപ്പീസ് അഡീഷണൽ പേയ്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ട്, എക്സ്പെൻസസ്. സോ അത് കുറച്ചിട്ട് ആ 200 കുറച്ച് ബാലൻസ് 2,800 ആണ് നമുക്ക് ഇവിടെ
പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആയിട്ട് വരാം. സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എൻട്രിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എൻട്രിയിലോട്ട് പോകുമ്പോൾ എന്താണ് എൻട്രി? 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1000 into 100 ആണ് ടോട്ടൽ 1 lakh rupees ആണ് അതിന്റെ വാല്യൂ. ഡെബിറ്റ് ചെയ്തു ടു ബാങ്ക്. എത്ര രൂപയാണ്? 97,200 ആണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. 200 rupees എക്സ്ട്രാ എക്സ്പെൻസസ്. സോ 97,200 ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 1000 into 3 ആണ്. 3000 ആണ് ബെനിഫിറ്റ് വരുന്നത്. പക്ഷേ 200 rupees നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ പേയ്മെന്റ് നടത്തണമെന്നുണ്ട്. അതുകൊണ്ട് 2800 rupees ആണ് ഇവിടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ടിലോട്ട് പോവാ. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് എൻട്രി. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റൽ ട്രാൻസ്ഫറിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 2800. ക്ലിയർ? ഇനി ലാസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത് P&L അക്കൗണ്ട് ഡെറ്റർ ടു DRR ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ റിഡംഷന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് പോലെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അതിലോട്ട് മാറ്റാന്നുള്ളതാണ്. എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? നമുക്ക് എത്രയാണോ വേണ്ടേ ആ എമൗണ്ട് നമ്മളൊരു ഓരോ ഇയറിലും ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റാണ്. ദെൻ റിഡംഷന്റെ സമയമാകുമ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് റിഡംഷൻ നടത്തുന്നു. അതല്ല നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ DRRലോട്ടാണ് മാറ്റി വെക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ അങ്ങനെയാണെങ്കിൽ എൻട്രി എന്താ പറയാ? P&L അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ടോട്ടൽ എത്രയാണ് അവിടെ വേണ്ടി വന്നിട്ടുള്ളത്? 97,200 എവിടേക്ക് മാറ്റും? DRRലോട്ട് മാറ്റും. സോ ദാറ്റ് ഈസ് തേർഡ് എൻട്രി. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തത് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റിൽ 2 കേസാണ് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആവാം. ആക്ച്വൽ വാല്യൂവിനൊക്കെ കുറവ് വാല്യൂവിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡിബഞ്ചേഴ്സ് മേടിക്കുന്നു. ബെനിഫിറ്റ് ആണ്, ലൈബിലിറ്റി കുറയാം. ഇനി അതല്ല ഓൺ ഡിബഞ്ചേഴ്സിൽ നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. വേറൊരു ഓപ്ഷൻ ആണ്. അതിന് ബെനിഫിറ്റ് എന്താ? നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് റീഇഷ്യൂ നടത്താം. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു രണ്ടാമത്തെ കേസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസും ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഈ ഒരു വീക്കോട് കൂടി തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. സോ എല്ലാവരും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക ടോപ്പിക്ക്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.